എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വളരുന്നതിനും പുഷ്പിക്കുന്നതിനും ആവശ്യമായ പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവയെല്ലാം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വളമാണ് കടലപ്പിണ്ണാക്ക്. കടലപ്പിണ്ണാക്ക് ഇന്ന് നമ്മൾ പുളിപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ്. പുളിപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമ്മൾ 1/2 കിലോ കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടലപ്പിണ്ണാക്കിൻ്റെ കൂടെ പച്ചച്ചാണകത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ശീമക്കൊന്നയുടെ ഇല അരച്ചെടുത്തതാണ്. ശീമക്കൊന്ന ഇലയിൽ ധാരാളം നൈട്രജൻ കണ്ടൻറ്റ് ഉള്ളതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഇത് നന്നായിട്ട് പുളിച്ച് വരുന്നതിന് സഹായിക്കും. കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് പുളിക്കുന്നതിന് വേണ്ടി ശർക്കര ഉപയോഗിച്ചാലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് തണലത്ത് വയ്ക്കുക. കടലപ്പിണ്ണാക്ക് പുളിച്ച് കഴിയുമ്പോൾ ധാരാളം സൂക്ഷ്മാണുക്കൾ ഉണ്ടാവുകയും എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട മൂലകങ്ങൾ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ പുളിപ്പിച്ച് ഉപയോഗിക്കുന്നത്. കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ പാടയെല്ലാം മണ്ണിൽ കെട്ടി നിന്നിട്ട് വേരുകൾക്ക് ആവശ്യമായ വായുസഞ്ചാരം ലഭിക്കാതെ വരും. പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതിന് ശേഷം വരുന്ന മട്ട് നമ്മൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് അകലത്തിലായിട്ട് അത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ധാരാളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ 3 ദിവസത്തിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് അതിൽ നിന്ന് 1 ലിറ്റർ 8 ഇരട്ടി വെള്ളത്തിലേക്ക് ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.